മറ്റുള്ളവർക്ക് എവിടെ മുകളിലുണ്ടല്ലേ? ഐഷ മോളെ, വാതിലും ജനലൊക്കെ അടച്ചോ? ഉപ്പ വരാൻ കുറച്ച് വൈകും. ആ, മെഹറു ഉറങ്ങിയോ? സംസാരിക്കണ്ടേ? അയാളെന്നെ ഫോൺ നോക്കി. പെട്ടെന്ന് വീട്ടിലേക്ക് വാ. നിങ്ങൾ 4 പേര് മാത്രം മതി. പുറപ്പെടാം. ഈ നേണിയുടെ ആവശ്യമില്ല. മീറ്റിംഗ് ചേർത്താൻ വന്ന അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആരൊക്കെ വന്ന് കുറുക്ക് നിന്നാലും അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ട്. കല്യാണം കഴിച്ച അവളെ പൊന്നുപോലെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അത് മതിയടേ. ഈ ജാതി മതമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് ഈ പ്രേമത്തിനെതിരെ നിൽക്കണം. 2012 ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നീ അവളെ കെട്ടും, അവള് നിന്നെ. നമ്മള് കൂടെ ഉണ്ടാവും. നിലവറയ്ക്കകത്ത് സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടുകാരനാടെ ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക് തന്നെ. ആയിഷ റഹ്മാനെ ആയിഷ വിനോദാക്കി മാറ്റും നമ്മള്. ജനമൈത്രി പോലീസ് തലശ്ശേരി സ്റ്റേഷന്റെ ഇനിയുള്ള നാളുകൾ അതിനു വേണ്ടിയാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ കഴിച്ചോളൂ. അച്ചാറുണ്ട്, ചള്ളാസുണ്ട്. ബിരിയാണി നമ്മളെ ദേശീയ ഭക്ഷണമാക്കി പ്രഖ്യാപിക്കേണ്ട സമയം മട്ടൻ ബിരിയാണി മതിയായിരുന്നു അല്ലേ? നേരത്തെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചല്ലോ, അത് എന്തെന്നാ? അത് അമേരിക്കയിലെ പോലീസുകാർ കാണിക്കണ വിദ്യ. എന്താ അതിന്റെ അർത്ഥം? അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. നീ വാരി പൊത്തലേ. ബിരിയാണി ഒരല്പം ചതിച്ചോന്നൊരു സംശയം. ഇനി വേറെ മേടിയൊന്നും നടക്കില്ല കേട്ടാ. ഉള്ളത് വാരി കയറ്റി. എന്തായാലും ബിരിയാണി അല്ലേ, നമുക്ക് അങ്ങ് കഴിക്കാണ്. ഓ, കഴി. ഇതെന്താ ആശങ്ക ലേറ്റ് ആയത്? കോഴിക്കോട് നിന്ന് ഓടിയെത്തണ്ടേ? റോഡും മോശമായിരുന്നു. ഇതൊക്കെ ഇനി എന്നാ നന്നാക്കുക? 10 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം. അകത്തേക്ക് ചെല്ലേ, വെല്ലുമ്മ കാത്തിരിക്കുക. ഫേസ്ബുക്കിൽ ഞാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. കിട്ടിയിരുന്നോ? ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. വേണ്ടാന്ന് തോന്നി. ഓ, കഴുതയ്ക്ക് ചുരിദാറിട്ട പോലെ ഇരിക്കുക. എന്നിട്ട് കാവ്യ മാധവനാന്ന വിചാരം. ഓ ആ വിനോദേ, ഇല്ല ഞാൻ വീട്ടിലാ. ഈടെ വല്യമ്മന്റെ പിറന്നാളാഘോഷിക്കാ. ഓ, അത് എന്താടാ? ഞാൻ വീട് വിട്ടിറങ്ങി. എന്തു പറ്റിടാ? സ്റ്റേഷനിൽ കിടന്ന അച്ഛനറിഞ്ഞു. 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി, തർക്കമായി. അവസാനം ഞാനും ഇറങ്ങിപ്പോന്നു. നീ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഈടെ മൊത്തം ആളാ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഞാൻ
വാശിപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഷഡ്ഡി പോലെ എടുത്തിട്ടില്ല. ഷഡ്ഡി ഞാൻ തരാടാ. ഞാനിപ്പോൾ ഷഡ്ഡി ഇടാറൊന്നുമില്ല. ഇനി ഫോൺ വെക്ക്. ഓക്കെ. ആ അബ്ദു, ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നു. ആ നീ വാ. കഴിഞ്ഞ തവണ കിടന്ന സെല്ല് തന്നെ പോരെ? മതി സാർ. കൊതുക് ശല്യം അല്പം കൂടുതലല്ല, കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല സാർ. സുഭാഷേ, ഗുഡ് നൈറ്റ്. ശരി സാർ, ഗുഡ് നൈറ്റ്. അതല്ലടേ, ഒരു ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ട് വാ. വാ. കല്യാണം കഴിച്ച് വെറുതെ അല്ല, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. പുറത്ത് ഭയങ്കര മഴയാ. കർക്കിടം കഴിയുന്നവരെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ സാറ്. ഇതെന്തരടേ, സത്രവാ? ചെല്ല് ചെല്ല്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. താമസിക്കാനുള്ള സ്ഥലമൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഷെരീഫിന്റെ മുറിയൊക്കെ ഒപ്പിച്ചെടുക്കുക. പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നീ ആദ്യം സ്വന്തം കാലിൽ നിൽക്കണ്ടേ? ഇപ്പോൾ ഉള്ള പഠനത്തിൽ ഉപരിപഠനത്തിന് നിനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ബിസിനസ് തന്നെ കൊള്ളാം. പക്ഷെ ഏത് ബിസിനസ്സിലും ഒരു ക്യാപിറ്റൽ വേണ്ടേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാർ. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ബാങ്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ ഗോവി തന്നെ. പക്ഷെ ചെറിയൊരു സംഖ്യയെങ്കിലും കയ്യിലില്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റൂല. എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചേ പറ്റൂ. സാർ ഷഡ്ഡി അല്ല, വിനോദിനിടെ. നീ എവന്റെ ഷഡ്ഡിയാണ് ഇട്ടോണ്ടിരിക്കണത്? പാതിരാത്രിക്കാണോടാ ഷഡ്ഡി? എന്നെ നാളെ വരാം സാർ. നിക്കടേ, വരി 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 വാ. കാശിനെന്ത് ചെയ്യും? ഡേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടേ. എന്ത് ചെയ്യും സാർ, ഒരു ഐഡിയ ഉണ്ട്. പോലീസുകാർ വിചാരിച്ച പെട്ടെന്ന് നടക്കുന്ന കച്ചവടമുണ്ട്. ഹെൽമറ്റ് കച്ചവടം. ഉത്തര മലബാറിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണ് തലശ്ശേരി. മുനിസിപ്പാലിറ്റിയും ചുറ്റുപഞ്ചായത്തും എല്ലാം കൂടി 2 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ഇതിൽ 47% ആണുങ്ങളാണ്. അതിലേകദേശം 50% ചെറുപ്പക്കാരും. OV റോഡിലും AVK നായർ റോഡിലൊക്കെ സീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകളിൽ കാണാം ഹെൽമെറ്റ് ഇടാത്ത ആയിരക്കണക്കിന് തലകൾ. ആ തലയിലൊക്കെ ഹെൽമെറ്റ് ഇടിച്ചാൽ പോരെ സാറേ? മതി, അത് മതിയുടെ. നിനക്കത്രയ്ക്ക് വിവരമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നേ. എനക്കും. സുഭാഷ്, ഷാജു, നാളെ തന്നെ നമ്മൾ ഇറങ്ങുന്നു. മുഴുപ്പിലങ്ങാട് ഫെസ്റ്റ്, കാർണിവല്, സിനിമാ തിയേറ്റർ, കോളേജ്, സിവിൽ സപ്ലൈസ്, ചെറുപ്പക്കാരുടെ എല്ലാ സ്ഥലത്തും യവന്മാരെയൊക്കെ നമുക്ക് ഹെൽമെറ്റ് ഇടിച്ചേ പറ്റൂ. നീ റെഡിയല്ലേ? വാ.